പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സംരംഭമായ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL എന്ന കമ്പനിയിൽ നിന്നും പണം ലഭിച്ചതിന്റെ പേരിലാണ് റെയ്ഡ്. അതിൽ വീണ വിജയന് ലഭിച്ച തുക അക്കൗണ്ട് വഴിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഡിക്ക് ആകെ ചെയ്യാനാവുക CMRLന്റെ വിതരണം ചെയ്യപ്പെട്ട തുക കള്ളപ്പണമല്ലെങ്കിൽ സോഴ്സ് ഇല്ലാത്തത് എന്ന് കണ്ടെത്തണം. അതിന് ഇഡിക്ക് കഴിയില്ല. കാരണം 1. അക്കൗണ്ട് വഴി മാറിയ തുകയെ കള്ളപ്പണം അല്ലെങ്കിൽ സോഴ്സ് ഇല്ലാത്തത് എന്ന് കാണാനാകില്ല. 2. ഇത് സംബന്ധിച്ച് നൽകിയ സകല ഹർജികളും കോടതി തള്ളിയതാണ്. എന്നാൽ മറ്റൊരു കരക്കമ്പി കേൾക്കുന്നത് അക്കൗണ്ട് വഴിയല്ലാത്ത രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി എന്നിവർക്ക് തുക കിട്ടിയെന്നാണ്. എന്നാൽ ഇവർക്കെതിരെ ഒന്നും ഇഡിക്ക് റെയ്ഡ് നടത്തണ്ട. ഇവിടെയാണ് കോൺഗ്രസിന്റെ കൂടി രാഷ്ട്രീയ കളി നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ നടക്കുന്ന ഇഡി റെയ്ഡ് പൊടുന്നനെ ഉണ്ടായ ഒന്നല്ല. എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് BJPയുടെ കാലുപിടിച്ച് ഉണ്ടാക്കിയതാണ്. കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന പോലെ പിണറായി വിജയനെ എന്തുകൊണ്ട് വേട്ടയാടുന്നില്ല എന്നാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഇങ്ങനെ ചെയ്യാത്തത് BJP CPIM ഡീലെന്നുമാണ് ഈ അമുൽ ബേബിയുടെ വാദം. VD സതീശൻ മോദിയെ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം റെയ്ഡ് നടക്കുന്നു. എ വെൽ ഡിസൈൻഡ് RSS കോൺഗ്രസ് ഡീൽ. ഒരു അട്ടിമറി സംശയം ബാക്കി വെച്ച് UDF ഭരണം പിടിക്കുന്നു. സംഘ് ഗവർണറുടെ വക്കീലിനെ സംസ്ഥാനത്തിന്റെ AG-ആയി നിയമിക്കുന്നു. സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നിയമിക്കുന്നു. വാവ് സതീഷ് ജി, വാവ്. പിണറായി വിജയനെ വേട്ടയാടുക വഴി യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും വേട്ടയാടുന്നത് CPIMനെയാണ്. കേരളം എന്നെങ്കിലും BJPക്ക് പിടിക്കണമെങ്കിൽ ആദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ CPIMനെ തകർക്കണമെന്ന് സംഘപരിവാറിന് നന്നായി അറിയാം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ച മണ്ണിൽ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയം അത്ര പെട്ടെന്ന് നടപ്പിലാകില്ല എന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് സംഘപരിവാരം കേരളത്തിൽ കോൺഗ്രസിനെ വെച്ച് കളിക്കുന്നത്. ഈ കളിയിൽ സംഘപരിവാറിനു വേണ്ടി ഫോർവേഡ് കളിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും. പണ്ട് കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയതുകൊണ്ട് RSSന്റെ എല്ലാ കളിയും സതീശന് നന്നായി വഴങ്ങും. എന്നാൽ ഇവർ ഇപ്പോഴും തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. കോൺഗ്രസും BJPയും കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നതാണല്ലോ ലാവ്ലിൻ കേസ്. ഉമ്മൻചാണ്ടി സർക്കാർ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും നടന്നില്ല. ഒടുവിൽ CBIക്ക് വിട്ടു. നുണകഥ സൃഷ്ടിച്ച് കേസാക്കി കോടതിയിൽ ഓടി. വിചാരണ കോടതിയും ഹൈക്കോടതിയും എടുത്ത് തോട്ടിലെറിഞ്ഞു. ആ കേസിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ CBI അപ്പീൽ ഫയൽ ചെയ്തിട്ട് വർഷങ്ങളായി. ഒരു വാദവും ഉന്നയിക്കാനില്ലാതെ CBI അവിടെ നട്ടം തിരിയുകയാണ്. ഒടുവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇതേ ED, NIA, CBI, ഇൻകം ടാക്സ് തൊട്ട് സകലമാന കേന്ദ്ര ഏജൻസികളും പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറഞ്ഞിട്ടും ഒരു രോമത്തിൽ പോലും തൊടാനായില്ല. എല്ലാം പൊളിഞ്ഞു പാളീസായിട്ടും ഈ നാടകം ഇവർ ഇങ്ങനെ തുടരുകയാണ്.